നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിവാദങ്ങൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് നോക്കുമ്പോൾ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചില നടപടി ക്രമങ്ങൾ ആരംഭിച്ചത്. അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഇരു മുന്നണികൾക്കും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ തിരിയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അത് UDF തീരുമാനമെടുക്കും എന്നാണ് ഏറ്റവും ഒടുവിലെ അപ്ഡേഷൻ. അത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ UDF സംവിധാനം മുതിരുകയാണെങ്കിൽ അതൊരു മദ്യപ്രളയത്തിന് തന്നെ കേരളത്തിൽ ഇടവരുത്താനുള്ള ഒരു സാധ്യതയില്ലേ? ഓപ്പറേഷൻ തൂഫാൻ തണ്ടർ പോലുള്ള ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ യുദ്ധം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് അതിന്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നയ രൂപീകരണം മാറാനുള്ള സാധ്യത ഏറെയാണ്. ഈ ഒരു നയം എടുക്കുകയാണെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ സുലഭമായി ഒഴുക്കാനുള്ള ഒരു നീക്കത്തിന് സർക്കാർ തന്നെ, ഭരണ സംവിധാനങ്ങൾ തന്നെ കുടപിടിക്കുകയാണെങ്കിൽ അത് കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രത്തോളം ഗുരുതരമാണ്. ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കിന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു KCBC മദ്യവിരുദ്ധ സമിതിയിൽ നിന്നും ശ്രീ പ്രസാദ് കുരുവിള, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ശ്രീമതി ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പ്രസാദ് കുരുവിള, നമുക്കറിയാം ഇതിനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന ഒരു വാദഗതിയുണ്ട്. ഈ മയക്കുമരുന്നിൽ നിന്നും അതിന്റെ ആസക്തിയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ അവിടെ നിന്നും ഡീവിയേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം കൊടുത്തു കഴിഞ്ഞാൽ സാധ്യമാകും എന്ന രീതിയിലുള്ള വാദഗതി. ടൂറിസത്തിന് അത് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കും എന്നൊരു വാദഗതി. ഈ അത്തരത്തിലുള്ള വാദഗതികൾക്ക് എത്രത്തോളം ഒരു അടിസ്ഥാനമുണ്ട്? പ്രത്യേകിച്ച് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, മറ്റ് രാജ്യങ്ങളിലെയൊക്കെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, കേരളത്തിന്റെ പ്രത്യേക ഒരു സിനാരിയോയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ശ്രീ പ്രസാദ് കുരുവിള. ഈ പറയുന്ന വാദഗതികളൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. കാരണം മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മാരക രാസലഹരികളുടെ വർധനവിന് കാരണമെന്ന് പ്രചരിപ്പിച്ചവരാണ് ഭരണ മുന്നണികളൊക്കെ തന്നെ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ. നമുക്കറിയാം, കേരളത്തില് 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം കേരളത്തില് 900-ലധികം ബാറുകളും പിന്നെ കണക്കിൽപ്പെടാത്ത കുറെ ബാറുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. 400-നടുത്ത് ബെഫ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകൾ, 4000-ലധികം പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണമുണ്ട്. മദ്യം യഥേഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് മുക്കിലും മൂലയിലും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മദ്യത്തിന്റെ ലഭ്യത കുറവില്ല. മദ്യത്തിന്റെ ലഭ്യതക്കുറവ് വന്ന സമയം എന്ന് പറയുന്നത് കൊറോണ കാലത്ത് മാത്രമാണ്. അന്ന് മദ്യ നിരോധനം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്തിട്ടില്ല, ഒരു മനുഷ്യനും മരണപ്പെട്ടിട്ടില്ല, ഒരു കുഴപ്പമില്ലാതെ ജീവൻ കയ്യിൽ പിടിച്ച് മൂക്കും വായും എല്ലാം അടച്ചു കെട്ടി ആളുകൾ ജീവൻ അകത്ത് വെച്ച് മുറിക്കുള്ളിൽ കഴിയുകയായിരുന്നു. അപ്പം മദ്യത്തിന്റെ ലഭ്യതക്കുറവല്ല മയക്കുമരുന്നുകളുടെ വർധനവിന് കാരണം. അത് പറഞ്ഞ് ആരും ഇതിനു വേണ്ടി രംഗത്തിറങ്ങേണ്ടതുമില്ല. ഞങ്ങൾക്ക് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഒരു വിശ്വാസമുണ്ട് UDF-നെ. കാരണം UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനം ഏതൊക്കെ കാലത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കാലത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ, അന്നൊക്കെ തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ അവര് നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അധികാരത്തിൽ വന്നതിന് ശേഷം അവർ മദ്യനിരോധനത്തിന്റെ ഘട്ടങ്ങൾ തന്നെ നടപ്പാക്കി മുമ്പോട്ട് പോയിട്ടുണ്ട്. ഒന്ന്, AK ആന്റണി 96-ൽ ചാരായം നിരോധിച്ചു. ആൽക്കഹോളിന്റെ കണ്ടന്റ് ഏറ്റവും അധികമുള്ള ഒരു മദ്യ ഇനമാണ് ചാരായം എന്ന് പറയുന്നത്. വളരെയേറെ കുടുംബങ്ങൾ തകർത്ത ഒരു മദ്യമാണ് ചാരായം. അത് AK ആന്റണി കേരളത്തിലെ പൊതു സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി AK ആന്റണി 1996 ചാരായ നിരോധനം ഏർപ്പെടുത്തി. പിന്നീട് ഉടനെ നടന്ന തെരഞ്ഞെടുപ്പില് പടലപ്പിണക്കങ്ങള്, മുന്നണികളിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള കേരള കോൺഗ്രസുകളുടെ പടലപ്പിണക്കങ്ങൾ, കേരള കോൺഗ്രസിന്റെ പിളർപ്പും അതുപോലെ പല കാര്യങ്ങളും വന്നാണ് അവർ അധികാരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. പിന്നീട് അതിനുശേഷം 2016 ഉമ്മൻചാണ്ടി 29 ബാറുകൾ ഒഴികെ മുഴുവൻ മദ്യശാലകളും കേരളത്തിൽ അടച്ചുപൂട്ടി. ശേഷം
ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇത്രയധികം മദ്യശാലകൾ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും UDF ഗവൺമെന്റിനെ നമ്മൾ വിശ്വസിക്കുകയാ, പറഞ്ഞത് പ്രവർത്തിക്കുകയും സമ്പൂർണ്ണ മദ്യനിരോധനത്തിന്റെ ഘട്ടങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പൊ ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ തുടർന്നിരുന്നെങ്കിൽ ഇന്ന് സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള ഒരു സംസ്ഥാനമായി മാറിയേനെ. അപ്പം AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ ആ സർക്കാരുകളോട് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകളോട് UDFന്റെ മാനിഫെസ്റ്റോയോട് ഈ കൂറും വിശ്വസ്തയും പുലർത്തുന്ന UDF കൂറും വിശ്വസ്തയും പുലർത്തുന്നുണ്ട് എങ്കിൽ യാതൊരു കാരണവശാലും ഈ നമ്മുടെ VDS സർക്കാരിന് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നു, യാതൊരു കാരണവശാലും എഴുതി വെച്ചോ. ഞാൻ വീണ്ടും എല്ലാ ചാനലുകളും ചർച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്, എഴുതി വെച്ചോളൂ. യാതൊരു കാരണവശാലും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ VDS സർക്കാർ തയ്യാറാകുമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് UDFിലേക്ക് വിട്ടിരിക്കുകയാണല്ലോ കാര്യം. UDFിലേക്ക് വിട്ടിരിക്കുക. UDFിൽ മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മദ്യത്തിന് എതിരാണ്. കേരള കോൺഗ്രസ് മദ്യത്തിനെതിരാണ്. കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് എതിരാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. PM സുധീറിനെതിരാണ്. ഘടകകക്ഷികൾ, നല്ല ശതമാനം പ്രമുഖമായ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഈ പുതിയ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതിന് എതിരായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും UDFിനെയും പൊതുജന വികാരം എന്താണെന്ന് ഈ സതീശൻ മുഖ്യമന്ത്രി, ബഹുമാനായ സതീശൻ മുഖ്യമന്ത്രി അറിഞ്ഞ പൊതുജന വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സതീശന് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. അതേ വികാരം തന്നെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള നീക്കത്തിനെതിരെയും ഈ കേരള പൊതു സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് കടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പം പറ്റില്ല. വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് മനസ്സനുസരിച്ച് അല്ലെങ്കിൽ ജനകീയ വികാരം അനുസരിച്ചാണ് VD സതീശൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത്. ജനവികാരം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള വികാരം എന്ന് പറയുന്ന ഈ ഒരു തീരുമാനത്തിന് പ്രതികൂലം തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശംസിക്കാം. ഞാൻ ശ്രീമതി ട്രീസ ലീ സെബാസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഈ മദ്യത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി തീരുന്നത്, അതിന്റെ ഒരു ദുരിതഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ്, അല്ലെങ്കിൽ സ്ത്രീജനങ്ങളാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന ഓമന പേരിൽ നമ്മുടെ യുവാക്കൾ, നമ്മുടെ ടീനേജേഴ്സ് ഇപ്പം മദ്യത്തിന്റെ അല്ലെങ്കിൽ അത് രുചിക്കാത്തവർ പോലും ഈ മദ്യപാനത്തിന്റെ ലോകത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു സാധ്യതയില്ല. അതായത് ഒരു സ്റ്റാർട്ടർ കാണിച്ച് മെയിൻ കോഴ്സിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യം അത് ഇങ്ങനെ കേരളത്തിൽ സുലഭമായി ഒഴുക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് ശ്രീമതി ട്രീസ ലീ സെബാസ്റ്റ്യൻ? മദ്യം അത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും ഒരേപോലെ ഹാനികരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണത്. വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ അളവിൽ കുടിച്ചാലും വീര്യം കൂടിയ മദ്യം കുറഞ്ഞ അളവിൽ കുടിച്ചാലും ലഹരി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീര്യം കുറഞ്ഞത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അത് സുലഭമായി കിട്ടുമ്പോൾ, ഇപ്പോൾ ഈ താങ്കളോട് സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയിൽ, കാരണം അതൊരു ഇൻഹിബിഷനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മുടെ യങ് ജനറേഷനിലേക്ക് കൊടുക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം, അതായത് ലോ ആൽക്കഹോൾ കണ്ടന്റ് ബീവറേജ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വലിയ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം ഒരു പക്ഷേ കുട്ടികൾ എല്ലാവരും, അല്ലെങ്കിൽ യുവജനങ്ങൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അവരത് രുചിച്ച് നോക്കുവാനായിട്ടും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് സ്റ്റാർട്ട് വിത്ത് ദിസ്, ഇതിലായിരിക്കും ഒരുപക്ഷെ അവർ തുടങ്ങുക. പിന്നീട് അങ്ങോട്ട് അതൊരു അഡിക്ഷനിലേക്കായിരിക്കും അവരെ നയിക്കുന്നത്. പിന്നീട് തീർച്ചയായിട്ടും പിന്നെ അവരുടെ മടി പോകും, അവർക്ക് ഇതിനോടുള്ള ആസക്തി കൂടും, അവർ വീര്യം കൂടിയ നോർമൽ മദ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മദ്യപന്റെ കുടുംബമാണ് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത്. അത് ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തില് മുതിർന്ന ആൾക്കാരിൽ നിന്ന് നേരിടുന്ന അതേ ദുരിതങ്ങളായിരിക്കും ഒരുപക്ഷെ മുൻപോട്ട് പോകുമ്പോൾ. അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത കേരളത്തില് ഉണ്ടായാല് വീട്ടമ്മമാരും അതുപോലെ കുടുംബങ്ങളും യുവജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. ഇപ്പോൾ തന്നെ ലഹരിയുടെ ഉപയോഗം എത്രത്തോളമാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ കൂടെ ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കാൻ മടിക്കുന്നവർ പോലും ഈ ലോ ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫിസി ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്
എന്നുള്ള ഒരു ലെവലിൽ ചിന്തിച്ച് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇപ്പൊ ഈ ബക്കാഡി പ്ലസിന്റെ ഒരു വിപണനത്തിനോടനുബന്ധിച്ച് അവരുടെ പരസ്യങ്ങൾ അവർ പറയുന്ന ഒരു കാര്യം, ആ കമ്പനി തന്നെ പറയുന്ന ഒരു കാര്യം, ലിംഗഭേദമന്യേ സ്ത്രീ പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീവറേജ് എന്നാണ് പറയുന്നത്. ആ ഒരു ടാഗ് ലൈനിൽ തന്നെ നമുക്കറിയാം അവർ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് യുവാക്കളെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ മാത്രമല്ല, സ്ത്രീകളെ പോലും. കാരണം ഇതിൽ വലിയ ആൽക്കഹോൾ കണ്ടന്റ് ഒന്നും ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഫിസി ഡ്രിങ്ക് കഴിക്കുന്നത് പോലെ ഇത് കഴിച്ചുകൂടാ എന്നുള്ള ഒരു മെസ്സേജ് ആണ് അതിലേക്ക് കൂടി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മാറി വരുന്ന സാമൂഹ്യ സാഹചര്യത്തില് പലപ്പോഴും യുവാക്കളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യുവാക്കൾ മാത്രമല്ല യുവതികളും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മടിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ലഭ്യത കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീര്യം കുറഞ്ഞത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബിയറിന്റെ ഒരു ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു 4 to 8% ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും കൂടുതലാണ്, അതായത് 5 to 20% എന്നുള്ള ഒരു ലെവലില്, 2 റേഞ്ചിൽ അല്ലെ, ആ ഒരു ലിമിറ്റിലേക്കാണ് ഇവർ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഒരു ബിയർ പാർലറിൽ അല്ലെങ്കിൽ ഒരു ബീവറേജിൽ അല്ലെങ്കിൽ ഒരു ബാറിൽ പോയി മദ്യം വാങ്ങാൻ മടി കാണിക്കുന്ന നമ്മളുടെ യുവതലമുറ അല്ലെങ്കിൽ പല ആൾക്കാരും, അത് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പരിസ്ഥിതി വെച്ചിട്ടാണ്. പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ എന്ന പോലെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഒരുപക്ഷെ ഫ്രീലി അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായാൽ ഈ പറയുന്ന ബിയറിനേക്കാളും വൈനേക്കാളും ഒക്കെ വീര്യം കൂടിയ ഈ ലോ ആൽക്കഹോൾ കണ്ടന്റ് ബീവറേജ് എന്ന് ലേബിൾ ചെയ്യുന്ന മദ്യമായിരിക്കും കേരളത്തിൽ സുലഭമാകാൻ പോകുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി ഇത് എത്രത്തോളം ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പുതിയ സർക്കാർ പോകുമ്പോൾ, ഇങ്ങനെ പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വലിയ ആശങ്കയുണ്ട്, നമുക്ക് അതൃപ്തിയുണ്ട്, നമുക്ക് ഉത്കണ്ഠയുണ്ട്. ഇത് ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു കുടുംബിനി എന്ന നിലയിൽ സ്വാഗതം ചെയ്യില്ല. കാരണം ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അങ്ങ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുക എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒരു വിഷയം സർക്കാർ നോക്കി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്, നമുക്കറിയാം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഈ ബാറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഈ ബാർ പൂട്ടുന്ന രീതിയിലേക്ക് പോകുന്നു. അതിനുശേഷം വന്ന കോഴ ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് സർക്കാരിന്റെ ഒരു പതനത്തിലേക്ക് നയിച്ചത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ തന്നെ പലപ്പോഴും ആ ഒരു വിഷയത്തിൽ ഒരു മദ്യനിരോധനം അല്ലെങ്കിൽ ബാറ് അടച്ചുപൂട്ടുന്ന ഒരു വിഷയം, ആ കാര്യത്തിൽ ഇനി കൈകടത്താൻ പല മുന്നണികളും മടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ, നേരത്തെ ഈ ബക്കാർഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു കമ്പനി, ഇരു മുന്നണികൾക്കും തീർച്ചയായിട്ടും ഇതിലൊരു പങ്കില്ല. ഇപ്പൊ നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടികൂടുന്നു എന്നത് നമുക്ക് മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന്റെ ഇടയിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഇരു മുന്നണികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരുമായി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമല്ലേ? പ്രത്യേകിച്ച് ഭരണമുന്നണി ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു വേഗത നമ്മൾ നിരീക്ഷിക്കുമ്പോൾ. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്. നല്ല ചോദ്യമാണ്. ഈ ഒരു ഗവൺമെന്റ് ഒരു പോളിസി എടുക്കുന്നു, അത് ആ കാലഘട്ടത്തിൽ നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നു. അടുത്ത ഗവൺമെന്റ് വരുമ്പം ആ പോളിസിയുടെ പേര് മാറ്റിക്കൊണ്ട് അതേ പോളിസി എടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിലപാടുകൾ ഗവൺമെന്റിൻ്റെതാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ആണെങ്കിലും നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കണം. വീര്യം കുറഞ്ഞ മദ്യാസക്തി കുറയ്ക്കും. വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. വീര്യം കുറഞ്ഞ മദ്യാസക്തി കുറയ്ക്കും. അതിനെ എതിർത്തുകൊണ്ട് ഇടതു മുന്നണിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് ചർച്ചയാക്കപ്പെടാൻ തുടങ്ങിയത്? കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഈ എം വി ഗോവിന്ദൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ഈ ബക്കാഡി കമ്പനിയുമായിട്ട് ചർച്ച നടത്തുന്നതും അവരുടെ അപേക്ഷ വരുന്നതും തത്വത്തിൽ തീരുമാനമെടുക്കുന്നതും. അപ്പോൾ രണ്ട് ഗവൺമെന്റുകളുടെ പോളിസി ഒന്നാണെന്നുള്ളിടത്താണ് ജോർജ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇത് ഈ വാണിയനും വാണിയത്തെയും കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുന്നത് കൊണ്ട് പരിഹരിക്കുന്ന വിഷയമല്ല, അങ്ങനെ പരിഹരിക്കത്തുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ, ലിസ്മാഡം പറഞ്ഞതുപോലെ, ഈ
വീര്യം കുറഞ്ഞ മദ്യം അതാരിലാണ് ആദ്യം അത് കഴിക്കാൻ പ്രചോദനമേകുന്നത്? ഏത് മദ്യപാനിയോടും നമ്മൾ സൗഹൃദത്തോട് ചോദിച്ചോ, നിങ്ങൾ എങ്ങനെയാ ഇത്രമാത്രം അടിക്കാൻ തുടങ്ങിയത്? അത് ഞാനൊരു ബിയർ തുടങ്ങിയതാണ്. ഏതൊരു പ്രീ ഡിഗ്രി അല്ലെ കോളേജ് കാലഘട്ടത്തിൽ ബിയർ വലിയ മദ്യമായിട്ടൊക്കെ കണക്കൂട്ടത്തില്ല. ബിയർ അപ്പൊ ബിയർ തുടങ്ങിയതാ. അല്ലെങ്കിലോ ആൽക്കഹോളിക് കണ്ടന്റുള്ള വൈനുകൾ. ചിലർ ഇപ്പോഴും ഈ മദ്യം കഴിക്കുന്ന കൂടെ എടുത്തിട്ട് ഞാൻ ബ്രാൻഡി അല്ലെങ്കിൽ റം, വിസ്കി ഇതൊന്നും കഴിക്കാറ്, ഞാൻ ഇച്ചിരി വൈനേ കഴിക്കുള്ളൂ എന്ന് പറയും. ഇതൊക്കെ വീര്യം കുറഞ്ഞ മദ്യം എന്ന ലേബലിൽ തുടങ്ങുകയും പിന്നീട് വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപയോഗത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക. ഒന്ന്. രണ്ട്, മദ്യപാനം ഇപ്പോൾ ഒരു സാമൂഹിക മാനം കൽപ്പിക്കുന്ന ഒരു കാര്യമായി മാറി. നമ്മൾ നിഷേധിക്കണ്ട. വിവാഹ സൽക്കാര വേളകളില്, ഹൗസ് വാമിങ്ങുകളില്, ബർത്ത്ഡേ പാർട്ടികളില്, എന്തിന് പരിശുദ്ധ കർത്താവിനെ സ്വീകരിക്കുന്ന ആദ്യ കുർബാനമായി സ്വീകരിച്ച ഒരു കൊച്ച് ആദ്യമായി ഈശോയുമായി വീട്ടിലേക്ക് വരുമ്പം അവിടെ പോലും ഇതിന്റെ ഒരു സാമൂഹികമായ ഒരു കാര്യം ഉണ്ട്. ഇത് വസ്തുതയാണ്. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കഴിക്കുന്നതിന്റെ തൊട്ടു താഴെയുള്ള ജനറേഷൻ അവര് ഇപ്പൊ കൊക്കോകോള കുടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവര് നാളെ കഴിക്കാൻ പോകുന്നത് എന്താ? കഴിക്കാൻ അവർക്ക് കിട്ടുന്നത് എന്താ? വീര്യം കുറഞ്ഞ മദ്യം. അവന്റെ അപ്പന് വഴക്ക് പറയാൻ പറ്റുമോ? പിന്നെ അമ്മയ്ക്ക് വഴക്ക് പറയാം, ഇത് പൂസാകുന്നത് അല്ലാതെ അവൻ അപ്പനോട് പറയും, പപ്പ ഇത് കഴിച്ചാൽ പൂസാകത്തില്ല. അപ്പൊ ഇത് കഴിക്കാനുള്ള ടെൻഡൻസി ഉള്ള ഒരു തലമുറയിലേക്ക് ഇതിന്റെ അളവ് കുറച്ചങ്ങോട്ട് കൊടുത്താൽ അതെവിടെ ചെന്ന് നിൽക്കും? ബിയറിൽ തുടങ്ങിയവൻ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു മദ്യപനായി മാറിയതുപോലെ ഈ പുതിയ തലമുറ ഇതിലേക്ക് വരും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ നമ്മുടെ KCBCയുടെ നമ്മുടെ പ്രസാദ് സാർ പറഞ്ഞതുപോലെ എനിക്ക് UDF ഗവൺമെന്റിൽ അത്ര വിശ്വാസം എന്നുള്ളതായിട്ട് ഞാൻ പറയുന്നില്ല. അത് UDF വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, മുഖ്യമന്ത്രിയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. ഗവൺമെന്റ് പോളിസി എടുക്കുമ്പോൾ ആ പോളിസികൾ എത്രമാത്രം കൃത്യതയോടെ ആകണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ സംശയത്തോടെ കാണുന്നത്. വീര്യം കുറഞ്ഞ മദ്യം മദ്യാസക്തി കുറയ്ക്കില്ല ജോർജി, മദ്യാസക്തി വർദ്ധിപ്പിക്കും. VD സതീശൻ പറഞ്ഞതിനെ ഞാൻ കൃത്യമായി ഖണ്ഡിക്കുന്നു. മദ്യാസക്തി കുറയ്ക്കില്ല. മദ്യത്തിന്റെ ലഭ്യത കഴിഞ്ഞ ഗവൺമെന്റിന്റെ മുൻപിൽ, അതായത് 2 ഇടതുപക്ഷ സർക്കാരുകളുടെ ഭരണം വരുന്നതിന് മുമ്പ് അന്തരിച്ചു പോയ ഒരു നടിയും ഒരു നടനും വലിയ പരസ്യം ചെയ്തിരുന്നല്ലോ, കേരളത്തെ മദ്യമുക്തമാക്കുമെന്ന് പറഞ്ഞ്. അവർ മരണപ്പെട്ടു പോയതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാറ്. അപ്പൊ ആ ഗവൺമെന്റുകള് മദ്യ വിപത്ത് ഇവിടെ കുറയ്ക്കാനായിട്ട് വരും, ശ്രമിക്കും, അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രഗത്ഭരായ 2 സെലിബ്രിറ്റീസിനെ കൊണ്ട് പരസ്യം നടത്തുകയും പ്രകടന പത്രികയിൽ പറയുകയും ചെയ്തിട്ട് അവർ കേരളത്തിൽ വന്നപ്പോൾ പ്രസാദ് സാർ പറഞ്ഞതുപോലെ 89 ബാർ ഉണ്ടായിരുന്നത് 10 ഇരട്ടി വർദ്ധിച്ച് 900 ബാറിലേക്ക് വന്നു. അപ്പൊ പ്രകടന പത്രികകൾ, പ്രഖ്യാപനങ്ങൾ പ്രഹസനങ്ങളാവുകയും നിലപാടുകൾ, നയങ്ങൾ, അത് ഗവൺമെന്റിന്റെ ഈ പ്രകടന പത്രികയല്ല, ഗവൺമെന്റിന്റെ നയങ്ങളും നിലപാടുകളുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇപ്പോഴത്തെ UDF ഗവൺമെന്റിന് ആവശ്യമുള്ള ഒരു കാര്യമല്ലായിരുന്നു ഇത്. UDF തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ UDF തീരുമാനിച്ചിട്ട് നിയമസഭയിൽ പറഞ്ഞാൽ പറയാം. എന്തിനാ UDF തീരുമാനിക്കുന്നതെന്ന് പറയാൻ പോയത്? അപ്പൊ ഈ വിഷയം ലൈവായിട്ട് നിർത്തുകയും ഇതിന്റെ ഈ ജനകീയ പ്രതിരോധങ്ങളൊക്കെ ശാന്തമാവുകയും ചെയ്യുമ്പോൾ ഇത്തരം സമീപനങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു അണിയറ നീക്കം, അവിടെ ജോർജ് പറഞ്ഞ ഒരു വാക്കുണ്ട്, 2 പേരും തമ്മിലുള്ള ഒരു അടിയൊഴുക്കുകൾ. അങ്ങനെ ഒരു അടിയൊഴുക്കുണ്ടായിട്ട് ഒരു അണിയറ നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ അത് കേരളത്തെ മദ്യത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റും. ഇവിടുത്തെ ഇപ്പോ ഈ തൂഫാനൊക്കെ ഏറ്റവും വിരോധം അതാ ജോർജി. തൂഫാൻ എന്താ? തൂഫാന് ഈ MDMA മാത്രം പിടിക്കുന്നതാണോ? ഈ നമ്മുടെ വിരോധിത പുകയിലോട്ട് അതാണോ തൂഫാൻ? തൂഫാൻ എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാ. മദ്യം ലഹരിയാണെന്ന് ആദ്യം അംഗീകരിക്കുക. മദ്യം ലഹരിയാണെന്ന് ആദ്യം അംഗീകരിക്കുക. അപ്പൊ ആ ലഹരിയുടെ വ്യാപനം കുറയ്ക്കണ്ടേ? ലഹരിയുടെ ശക്തി കുറയ്ക്കണ്ടേ? അപ്പൊ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്തൂടെ ജനപിന്തുണ, ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏറ്റവും അധികം ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കാര്യമാണ് തൂഫാൻ. ഏറ്റവും നല്ല കാര്യമാണ്. ആ നടപടി ഒരു വശത്തൂടെ നടക്കുമ്പോൾ അതിന്റെ ശോഭയ്ക്ക് പോലും അങ്ങനെ ഏൽപ്പിക്കുന്ന വിധത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വന്നത് തെറ്റാണ്. ഗവൺമെന്റോ UDFോ അതിൽ നിന്ന് പിന്മാറാനുള്ള നീക്കം നടത്തണം. നിങ്ങൾ റോജിയും ജോർജിയും പ്രസാദ് സാറും പറഞ്ഞതുപോലെ ജനങ്ങൾ ഏറ്റെടുത്ത മുഖ്യമന്ത്രിയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ അന്തരിച്ച സലീം കുമാർ പറഞ്ഞതുപോലെ ജനങ്ങൾ പട്ടാഭിഷേകം നടത്തിയ മുഖ്യമന്ത്രിയാണ്. ഇത് AICCയുടെയോ ഹൈക്കമാൻഡിന്റെയോ തീരുമാനം അങ്ങനെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലൊന്നും ഉണ്ടായതല്ല. ജനങ്ങളുടെ
സമ്മർദ്ദം അത് തന്നെയാണ്. അതെ. ജനങ്ങളുടെ സമ്മർദ്ദമാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ വി.ഡി. സതീശനെ ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. Yes, yes. ഇവിടെ ജനങ്ങളുടെ സമ്മർദ്ദം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരാണ്. അത് UDF നേതൃത്വവും ഭരണ നേതൃത്വവും മനസ്സിലാക്കണം എന്നാണ് നമുക്ക് പറയാം. തീർച്ചയായും വ്യക്തമാണ്. ശ്രീ പ്രസാദ് കുരുവിള, നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കേരളത്തിൽ ഈ പൂർണ്ണമായിട്ടുള്ള മദ്യ നിരോധനം അത് എത്രത്തോളം പ്രായോഗികമാണ്? പലപ്പോഴും അതിനെതിരെ ഉയരുന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് ടൂറിസം മേഖലയെ ബാധിക്കും. ഇപ്പോൾ കേരളത്തിന് സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള പല സംസ്ഥാനങ്ങളിലും ഈ ബിയറും അല്ലെങ്കിൽ വൈനും ഒക്കെ സുലഭമായിട്ട് അത് ലഭിക്കുന്നു. അപ്പോൾ ടൂറിസം മേഖല, പ്രത്യേകിച്ച് വിദേശ സഞ്ചാരികളുടെ വരവിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാദഗതി അവിടെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ മാറുന്ന ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു മദ്യ നിരോധനം, ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിസത്തിന്റെ ഒക്കെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ കേരളത്തിൽ എത്രത്തോളം ഒരു പ്രായോഗികമാണ് ശ്രീ പ്രസാദ് കുരുവിള? ടൂറിസം വികസനത്തിന്റെ ഈ മദ്യത്തിന്റെ ലഭ്യത കുറവുകൊണ്ടൊന്നുമല്ല ടൂറിസം വികസിക്കാതിരിക്കുന്നത്. ഈ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മദ്യപരുടെ ശല്യമുണ്ട്, തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്, ലഹരി മാഫിയയുടെ ശല്യമുണ്ട്. എത്രയോ ടൂറിസ്റ്റുകളെ ഈ നമ്മുടെ ഈ മുൻപ് പറഞ്ഞ വിഭാഗക്കാർ ആക്രമിച്ച് പ്രശ്നങ്ങളുണ്ടായി വലിയ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ലേ? അപ്പം നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ കടന്നു വരുന്നത് പ്രകൃതി ഭംഗി, നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടി വരുന്നതാണ്. അല്ലാതെ ഇവിടുത്തെ ഈ ചളുക്ക് മദ്യം കഴിക്കാൻ വേണ്ടിയല്ല. മദ്യം അവര് നല്ല ഇനം മദ്യം അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ട്. അവിടുത്തെ അവർ ഉണ്ടെങ്കിൽ അത് അവർ അവിടെ നിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെ വരുമ്പോൾ അവര് ബിയർ പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നാലും അത് കഴിക്കുകയുള്ളൂ. അപ്പം ഇത് ടൂറിസം വികസനത്തെ ഇത് ഒരു കാരണവശാലും ബാധിക്കുക. ടൂറിസം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനൊരു മറ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് സ്ത്രീജനങ്ങൾക്കും വളരെ വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഓർഡിനറി ബസ്സിൽ 3100 സിസ്റ്റം ഓർഡിനറി ബസ്സുകളില് സ്ത്രീകൾക്ക് അനുകൂലമായി ഫ്രീ സർവീസ്, ഫ്രീ യാത്ര അനുവദിച്ചിരിക്കുക. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വേണമെങ്കിൽ ഈ ഗവൺമെന്റിന് എത്രമാത്രം നഷ്ടം വരാത്ത രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ഇത് കൊടുത്തായിരുന്നെങ്കിൽ സർക്കാരിന് വലിയ നഷ്ടമൊന്നും വരില്ലായിരുന്നു. കാരണം അത് അവരെല്ലാം കൺസെഷനിൽ പോകുന്ന പിള്ളേരാണ്. അപ്പം സർക്കാരിന് ഇത്രയും വലിയ നഷ്ടമൊന്നും വരില്ല. ഇവരുടെ അമ്മമാരല്ലേ സ്ത്രീകൾ എന്ന് പറയുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്നത്, അവർക്കത് വോട്ടിനായിരുന്നെങ്കിൽ അതൊക്കെ കിട്ടുമായിരുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചത് ഒരു വശത്ത് സ്ത്രീകൾക്ക് അനുകൂലമായ നയങ്ങൾ രൂപീകരിക്കുകയും അവർക്ക് ആനുകൂല്യങ്ങളും വാരിക്കോരി വിതരണം ചെയ്യുകയും ചെയ്തതിന് ശേഷം മറുവശത്ത് അവരുടെ കുടുംബം തകർക്കത്തക്ക വിധത്തിൽ, അവരുടെ മക്കളെ തകർക്കത്തക്ക വിധത്തിൽ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഗുരുതരമായ ദുരിതങ്ങളും ദുരന്തങ്ങളും സൃഷ്ടിക്കാൻ തക്ക വിധം എല്ലാവരും മദ്യപിച്ചോട്ടെ, തന്റെ മക്കളും മദ്യപിച്ചോട്ടെ, തന്റെ എല്ലാ വിഭാഗക്കാരും മദ്യപിച്ചോട്ടെ, സ്ത്രീകളും മദ്യപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യം അനുവദിച്ചു കൊടുത്ത് ദുരന്തവും സൃഷ്ടിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നതെങ്കിൽ അത് നിശ്ചയമായിട്ടും വളരെ വലിയ ഒരു വിരോധാഭാസം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ മാധ്യമപ്രവർത്തകനായ സാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് 27 വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനല്ല, ഒരു മുന്നണിയെ അനുകൂലിച്ചു നിൽക്കുന്നതല്ല. നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ മോശം എന്ന് പറയുന്ന നിലപാട് ഉള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പൊ നിശ്ചയമായും ഈ UDF ഗവൺമെന്റിനെ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ഈ ജനവികാരത്തെ മറികടന്നുകൊണ്ട് യാതൊരു കാരണവശാലും VDS സർക്കാരിന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ പറ്റില്ല. പിന്നെ ടാക്സ് ഒക്കെ ഫിക്സ് ചെയ്ത് നിയമസഭയിലൊക്കെ അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ അത് അവസരം കിട്ടിയാൽ, ഒരു കാലത്ത് അവസരം കിട്ടിയാൽ, അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ തുടങ്ങാൻ വേണ്ടിയുള്ള സാഹചര്യത്തിലായിരിക്കും വരുന്നത്. പക്ഷെ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു പദ്ധതി ഈ VDS ഗവൺമെന്റ് നടപ്പാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ അതിന് അപ്പോൾ KCBC മദ്യപര സമിതി തീരുമാനമെടുക്കും. അതെന്താണെന്ന് ഇപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഏതായാലും ജനങ്ങളുടെ കൂടെയാണ് ഞങ്ങള്. നിശ്ചയമായും ഈ തൂഫാന്റെ കാര്യം പറഞ്ഞു, ഈ മയക്കുമരുന്നുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മാളത്തിൽ കയറി അല്ലെങ്കിൽ മടയിൽ കയറി ആക്രമിച്ച് സംഭവങ്ങളെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനെല്ലാം നമ്മള് KCBCയുടെ മദ്യവിരുദ്ധ സമിതി ശക്തമായ പിന്തുണയും അഭിവാദ്യങ്ങളും എല്ലാം അർപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മാധ്യമപ്രവർത്തനായ സാർ സൂചിപ്പിച്ചതുപോലെ ലഹരി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ മാത്രമാണ് എന്ന്. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ, മദ്യമാണല്ലോ ആദ്യകാലത്ത് എത്രമാത്രം വിപ്ലവം വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
ഈ മദ്യവും മയക്കുമരുന്നുകളും എന്നാണ് നമ്മളെല്ലാം പറയുന്നത്. മദ്യവും ഇതെല്ലാം ലഹരി വസ്തുക്കളിൽ പെടുന്ന കാര്യമാണ്. ഈ മദ്യം തന്നെ കഴിച്ചു എത്രമാത്രം അപകടങ്ങൾ, റോഡ് അപകടങ്ങള്, അക്രമങ്ങള്, ഈ മനുഷ്യന്റെ സ്വന്തം അമ്മയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുന്ന മകൻ, നീ എന്നെ എന്തിന് ജനിപ്പിച്ചു എന്ന് ചോദിച്ചിട്ട് കത്തി കഴുത്തിലേക്ക് കുത്തിയിറക്കി കൊലപ്പെടുത്തുന്ന, അപ്പനെ വെട്ടി കൊലപ്പെടുത്തുന്ന ആള്. നമ്മൾ ദിനം പ്രതിയുള്ള മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഭീകരമായ സംഭവങ്ങളാണ്. സ്ത്രീകൾക്ക്, അമ്മ പെങ്ങന്മാർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? എത്രമാത്രം ഭീകരമായ സംഭവവികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് ഒന്നും തന്നെ ഈ നയത്തിലേക്ക് കടക്കാൻ പറ്റില്ലെന്നേ. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഉണ്ടായ ഡാമേജ് എത്രമാത്രം ഉണ്ടെന്ന് കൃത്യമായിട്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. കഴിഞ്ഞ 10 വർഷം കാലം ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുണ്ടായ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ, നമ്മുടെ മറ്റ് കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലയിലുണ്ടായ ഡാമേജ്, ആരോഗ്യ മേഖലയിലുണ്ടായ ഡാമേജ്, മാനസികാരോഗ്യ മേഖലയിലുണ്ടായ ഡാമേജ് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ ആളുകളല്ല ഇപ്പോൾ ഭരണത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്നും മറികടന്ന് സ്ത്രീകളുടെ വോട്ട് കിട്ടി ജയിച്ചവരല്ല ഇവര്. ന്യൂജൻ കുട്ടികളുടെ വോട്ട് കിട്ടി ജയിച്ചവരല്ലേ UDF-ലെ ആളുകൾ. അപ്പം അതിനെ ഒന്നും മറികടന്ന് യാതൊരു കാരണവശാലും ഈ ഗവൺമെന്റിന്, പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, എന്തെങ്കിലും പറഞ്ഞാൽ, ഒരു അല്പമെങ്കിലും സമ്മർദ്ദം ചെലുത്തിയാൽ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്ന വിഭാഗമാണ് UDF. ഒരു ജനാധിപത്യ സംവിധാനമായിട്ട് നമ്മളെല്ലാം നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി സർക്കാരിനോടും ഈ കോൺഗ്രസ് ആയ AK ആന്റണി സർക്കാരിനോടും കൂറും വിശ്വസ്തയും ഉണ്ട് എങ്കിൽ യാതൊരു കാരണവശാലും ഈ VDS സർക്കാരിന്, VD സതീശൻ സർക്കാരിന് ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ ശ്രീമതി ട്രീസാലി സെബാസ്റ്റ്യനിലേക്ക് വരികയാണ്. നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആംഗിൾ കൂടി ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ അങ്ങ് തുടക്കത്തിലൊന്ന് സൂചിപ്പിച്ചായിരുന്നു. നമ്മുടെ ഇളം തലമുറയാണ്. ഇളം തലമുറയെ ബാധിച്ച അത് വലിയൊരു അടവ് തന്ത്രമാണ്, അടവ് നയമാണ്. കൂടുതൽ ആളുകൾ മദ്യപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അത് അടുത്ത ഘട്ടം ഒരു 2-3 മാസം സാഹചര്യത്തിനനുസരിച്ച് അത് അടുത്ത ഘട്ടം വീര്യം കൂടുതലേക്ക് മാറും. വീര്യം കൂടുതലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് കൂടുതൽ കിട്ടും, ഒപ്പം തന്നെ വില കൂടുതൽ കിട്ടും, പണം കൂടുതൽ കിട്ടും. നമുക്കറിയാം 100 രൂപയുടെ മദ്യത്തിനൊക്കെ 800 രൂപയ്ക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ നാടല്ലേ നമ്മുടെ നാട്. അതുകൊണ്ട് ഇത് തുടക്കമാണ്. പുതുതലമുറയെ ഉദ്ദേശിച്ച്, യുവതലമുറയെ ഉദ്ദേശിച്ച്, കുട്ടികളെ ഉദ്ദേശിച്ച്, സ്ത്രീകളെ ഉദ്ദേശിച്ച് ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ച, ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഒരു ചാനലിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവിടെ ഒരു 22 വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിനി ഒരു ചുളിപ്പുമില്ലാതെ, ഒരു നാണക്കേടുമില്ലാതെ വിളിച്ചു പറയുകയാണ്, ചർച്ചയ്ക്ക് വന്ന കക്ഷി പറയുകയാണ്, ഞാൻ അടിക്കും, ഞാൻ മദ്യപിക്കും, ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഞങ്ങൾ അപ്പനും അമ്മയും എല്ലാം ഒരുമിച്ചിരുന്ന കഴിക്കുന്നതെന്ന്. അതുപോലെ പറയുന്ന ഒരു സാധനം. നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചാരായം, വീര്യം കുറഞ്ഞ മദ്യത്തെ കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത്. ചാരായം, വീര്യം കൂടിയ ചാരായം, വാറ്റു ചാരായം സ്കൂളിൽ ബാഗിൽ ഈ വാട്ടർ ബോട്ടിലേക്ക് കൊണ്ടുവന്ന, കോഴിക്കോട് കൊണ്ടുവന്ന ഒരു നാടാണ്, നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന നാടാണ്. ഞാൻ പറഞ്ഞത് വീര്യം കുറഞ്ഞതല്ല, ആളുകൾ വീര്യം കൂടി അന്വേഷണം നടത്തുക. അപ്പൊ ഞാൻ പല ചർച്ചകളിലും പറയാറുണ്ട്, ഈ വീര്യം കുറയണമെന്ന ആവശ്യമുണ്ടെങ്കിൽ, വീര്യം കുറഞ്ഞ മദ്യം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യേണ്ട സർക്കാരും മറ്റാളുകളും ഒക്കെ ഇതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടെങ്കിൽ, വീര്യം കൂടിയ മദ്യം 900-ലധികം ബാറുകളിലുണ്ട്, വെപ്പോയിലുണ്ട്, അതുപോലെ കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ എല്ലാം വീര്യം കുറച്ചിങ്ങനെ കൊണ്ടുവന്നാൽ പോരെ. ഘട്ടമായിട്ട് വീര്യം കുറച്ച് കൊണ്ടുവന്ന് ഇല്ലെന്നാക്കാം. ഇപ്പൊ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പറയുന്നത് വീര്യം കുറച്ച് കൊണ്ടുവന്ന് മദ്യ നിരോധനം നടപ്പാക്കാനാണെന്നാണ് ഈ UDF-ലെ ചില ആളുകൾ പറയുന്നത്. അതിനാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, വീര്യം കൂടിയതിന്റെ കടുപ്പം കുറച്ച് കൊണ്ടുവന്ന് അങ്ങ് കുറച്ചാൽ പോരെ. അതിന് വീര്യം കുറഞ്ഞുകൊണ്ടാണോ? വീര്യം കുറഞ്ഞത് എപ്പോഴും പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാ. വീര്യം കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ, വീര്യം കൂടിയ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും ഈ വീര്യം കുറഞ്ഞതിലേക്ക് വരില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രത്യേക അടവ് നയങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാതിരിക്കാനുള്ള
ശ്രദ്ധയാണ്, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് നീക്കേണ്ടത്. വ്യക്തമാണ്. ശ്രീമതി ട്രീസ ലീ സെബാസ്റ്റ്യൻ, മറ്റൊരു ചോദ്യം കൂടി. അതായത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പുരുഷന്മാർ മദ്യപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മത്സരിച്ച് സ്ത്രീകളുടെ ഇടയിലും ഈ മദ്യപാനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന് കുടപിടിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഒരു റീൽസ് സംസ്കാരമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലപ്പോഴും ചില സെലിബ്രിറ്റി കപ്പിൾസ് ഒക്കെ ആണെങ്കിൽ അവരിടുന്ന വീഡിയോസ്, ഒരുമിച്ച് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നു, സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെ ശ്രീ പ്രസാദ് കുരുവിള സൂചിപ്പിച്ചതുപോലെ ചില റീൽസ് ഞാനും കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന കുടുംബമായിട്ടിരുന്ന് ഇങ്ങനെ മദ്യപിക്കുന്നു, ചില ആഘോഷ പരിപാടികളിൽ കുടുംബമായിട്ട് ഇങ്ങനെ മദ്യപാനം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഒപ്പം മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, സിനിമയിലൂടെ മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയയുടെ ഇൻഫ്ലുവൻസ്, സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില മനോഭാവങ്ങൾ. അപ്പോൾ അതുകൂടി നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതല്ല. ഇതിനിങ്ങനെ സാമാന്യവൽക്കരിക്കുന്ന, ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ, അതങ്ങനെ നിൽക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന രീതിയിൽ ഈ പറയുന്നത് പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഒരു ഒഴുക്ക് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ഈ റീഡ് സംസ്കാരം, ഈ മാധ്യമ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലുവൻസ്, അതും നമ്മുടെ ഈ മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നില്ലേ ശ്രീമതി ട്രീസ ലീ സെബാസ്റ്റ്യൻ? ഉണ്ട്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ബക്കാഡി പ്ലസിന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ അവർ പറയുന്നത് സ്ത്രീ സൗഹൃദമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആണ് സ്ത്രീകളിലേക്ക് അവർ ചെലുത്താൻ ആഗ്രഹിക്കുന്നത്. അതിപ്പോ അവരുടെ പരസ്യത്തിലൂടെ ആയാലും പിന്നീട് അങ്ങോട്ട് മാറി വരുന്ന ഒരു സാമൂഹിക സാഹചര്യത്തില് ഇപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലിംഗഭേദമൊന്നും അവർക്കില്ല. അവരുടെ അവരിടപഴകുന്ന രീതിയിലായാലും അവരുടെ സൗഹൃദങ്ങളിലായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലായാലും അവര് പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഉള്ള ഒരു വ്യത്യാസമൊന്നും അവർക്കില്ല. അവർക്ക് ആ ഒരു യൂണിസെക്സ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് കുട്ടികൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം മദ്യപിക്കുന്ന കാര്യത്തിലായാലും പുകവലിക്കുന്ന കാര്യത്തിലായാലും അതിനോട് താല്പര്യമുള്ളവര്, അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അതിലേക്ക് തന്നെ നീങ്ങുകയാണ്. അതില് വളരെ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഘടകങ്ങളാണ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. റീൽസിലൊക്കെ കുട്ടികള് സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് നമ്മൾ വിചാരിക്കുന്ന ബക്കാഡി ബ്രീസർ പോലെയുള്ള ലോ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ബീവറേജുകൾ അവർ വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുന്ന റീലുകൾ ഞാനും ഒക്കെ കണ്ടിട്ടുണ്ട്. അതങ്ങോട്ട് പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ്. ഇത് പിന്നീട് ചെന്നെത്തുന്നത് വിസ്കിയിലേക്കും അതുപോലെ തന്നെ റം അങ്ങനെയുള്ള സാധനങ്ങളിലേക്കായിരിക്കും പിന്നീട് ഇവര് ഈ ഒരു ഉപയോഗം കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ എന്നുള്ള ഒരു മെസ്സേജ് ആണ് സമൂഹത്തിലേക്ക് ഈ പറയുന്ന മാധ്യമങ്ങളായാലും അതുപോലെ റീലുകളായാലും ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതില് വലിയ ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അവര് ചെയ്യുന്നത് എന്തും നല്ലതാണെന്നുള്ള ഒരു ധാരണയിൽ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്. ഈവൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒത്തിരി അധികം മൊബൈൽ അഡിക്ഷൻ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പൊ ഇവര് കാണുന്നതും ഒക്കെ ഇങ്ങനെയുള്ള റീലുകളാണ്. ഇപ്പോൾ ശ്രീ ജോൺസൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു ഭാഗമായിട്ട് മദ്യപാനം മാറുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഇപ്പൊ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്നവരൊക്കെ മദ്യപിക്കും എന്നുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന റീലുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു യാഥാർത്ഥ്യമാണ്. പണ്ടത്തെ അപേക്ഷിച്ച്, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരള സമൂഹത്തിലും സ്ത്രീകളുടെ ഇടയിലുള്ള മദ്യപാനം കൂടി വരുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതോടൊപ്പമാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയൊരു മദ്യം അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു ജനർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രത്യാഘാതം. കാരണം കുട്ടികൾക്ക് വളരെ ഈസിലി അവൈലബിൾ ആകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായാൽ അത് തീർച്ചയായിട്ടും വലിയൊരു വിപത്തിലേക്കായിരിക്കും നയിക്കുന്നത്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുള്ള എക്സ്ക്യൂസുകൾ വരുമാനത്തെ കുറിച്ചാണ്. ഈ ലോട്ടറിയും മദ്യവും അല്ലാതെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കേരളത്തിലെ ഇടതിനോ വലതിനോ സാധിക്കുന്നില്ല എങ്കിൽ കഷ്ടം എന്നേ നമുക്ക് പറയാനുള്ളൂ. കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിനപ്പുറത്തേക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഈ സർക്കാർ ശ്രമിക്കുമെന്നുള്ളത്. അവരും ഈ ഒരു മദ്യം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ലോട്ടറി വിറ്റുകൊണ്ട് മാത്രമേ ഖജനാവ് നിറയ്ക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമാണ് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ നിരാശയാണ് തോന്നുന്നത്. കാരണം അതിനു വേണ്ടിയിട്ടല്ല ഈ ഒരു സർക്കാരിനെ നമ്മൾ തെരഞ്ഞെടുത്ത് ഇപ്പോൾ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ
ഇപ്പൊ ഈ ടൂറിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഇല്ല എന്നുള്ളതും ടൂറിസം മേഖലയിൽ അവരെ ടൂറിസ്റ്റുകളെ പിന്തിരിപ്പിക്കുന്ന വളരെയധികം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. അല്ലാതെ മദ്യത്തിന്റെ ലഭ്യത അല്ല, ഒരിക്കലുമല്ല. ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടല്ല കേരളത്തിൽ മദ്യം ഒഴുക്കേണ്ടത്. അത് കുടുംബങ്ങളെ വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. കാരണം ഇതിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം ഒരു കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രത നശിപ്പിക്കും. അതിനപ്പുറത്തേക്ക് ഇതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇങ്ങനെ ഇത്രയധികം പ്രതിസന്ധികൾ വെച്ചാൽ റെസ്പോൺസിബിൾ ആയിട്ട് ഒരു മദ്യം ഉപയോഗിക്കുന്ന പല വിദേശികളെയും പോലെ അങ്ങനെ ഒരു ഉപഭോഗം കേരളത്തിലുള്ള ജനതയ്ക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ. എപ്പോഴും കമ്പാരിസൺ വരുന്നത് വെസ്റ്റുമായിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയും, അല്ലെ വിദേശ രാജ്യങ്ങളിൽ മദ്യം സുലഭമായവിടുത്തെ അവർക്ക് കരളിന്റെ രോഗങ്ങളോ ഒന്നും അവർ മരിക്കുന്നില്ലോ എന്നൊക്കെ പറയും. പക്ഷെ ആ ഒരു റെസ്പോൺസിബിൾ യൂസേജ് അത് എത്രത്തോളം കേരളത്തിൽ നടക്കും? അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ എല്ലാവരും എടുത്തു പറഞ്ഞതുപോലെ തൂഫാൻ ഒരു വശത്തൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറുവശത്തൂടെ കേരളത്തിൽ മദ്യം ഒഴുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ലഹരിയാണ്. ലഹരിക്കെതിരെ പടപൊരുതുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു വശത്തൂടെ ലഹരി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സർക്കാരിനെ നമ്മൾക്ക് എങ്ങനെയാണ് വിശ്വസിക്കാനാകുക, അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയോടെ നോക്കിക്കാണാനാകുക? ഇത് വലിയൊരു വിപത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു സർക്കാർ എത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. വലിയൊരു വിപത്തിലേക്ക് തന്നെയാണ് ഈ തരത്തിലുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കേരളത്തെ കൊണ്ടു ചെന്ന് എത്തിക്കുക എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോകാൻ സർക്കാരിന് ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ശ്രീ ജോൺസൺ കൊച്ചുറമ്മൻ, അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു ഉദാഹരണം മനസ്സിലേക്ക് വരും. നമുക്ക് ഈ ജിയോ സിം ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ സിം ഫ്രീ ആയിരുന്നു. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ അത് ഫ്രീ ആയിട്ട് അത് മേടിക്കുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരത് ഫ്രീ അല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ റീചാർജും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നു. പിന്നെ എത്ര തുക മുടക്കിയാണെങ്കിലും നമ്മൾ ആ സിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം നമ്മൾ അതിന്റെ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു. ആ നെറ്റിന്റെ സ്പീഡിന്റെ സുഖം, അവർ നൽകുന്ന സർവീസിന്റെ സുഖം നമ്മളിങ്ങനെ അനുഭവിച്ചു. സമാനമായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ വില കുറച്ച് ഇങ്ങനെ മദ്യം നൽകുന്നു. പിന്നെ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് അതിനെ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്നവരെ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനുള്ള സാധ്യതയിൽ നേരത്തെ ശ്രീ പ്രസാദ് കുരുവിള സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ വില കുറയ്ക്കുന്നു, അതിനുശേഷം ഒരുപക്ഷെ വില കൂട്ടാനുള്ള സാധ്യത, അത് എത്ര വില കൊടുത്തിട്ടാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ആളുകളുടെ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്നു. അങ്ങനെ ഒരു അപകടം ഇതിൽ ഒളിഞ്ഞ് കിടക്കുന്നില്ലേ ശ്രീ ജോൺസൺ കൊച്ചുറമ്മൻ? തീർച്ചയായിട്ടും. ഈ ഒന്ന് ശൈലി രൂപപ്പെടുത്തുക, അത് ശീലമാക്കുക, ഇതാണ് എന്റെ കാര്യം. ഇപ്പോ 3 പേരും തന്നെ ഇതിപ്പോ പറഞ്ഞു. അതായത് ഈ സാമൂഹിക മേഖലയിൽ മദ്യപാനത്തിന് ഒരു വലിയ ഗൗരവം കൊടുക്കാത്ത ഒരു സാഹചര്യം, ആ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ കുട്ടികൾക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യം കഴിക്കുന്നത് ഒരു അപകടകരമായ കാര്യമല്ല, അത് കഴിക്കുന്നത് വലിയ തെറ്റില്ല എന്നൊരു ശൈലിയിലേക്ക് കൊണ്ടുവരിക. പതിയെ ആ ശൈലി ശീലമായി മാറും. അവിടെയാണ് അപകടം. ഈ ശൈലി ഒന്നും നിൽക്കില്ല. ഇപ്പൊ ജോർജിക്ക് കൈ കിട്ടിയിരിക്കുന്ന ആ ഫോൺ ഇനി മാറ്റാൻ പറ്റത്തില്ല, അല്ലെ? ഇപ്പോ മാഡം പറഞ്ഞതുപോലെ ഈ സ്ത്രീകൾക്ക് ഇപ്പോ വീടുകളിലിരിക്കുമ്പോൾ ഈ റീല് കണ്ടിരിക്കുന്ന സ്ത്രീകള് പണ്ട് 7 മണിക്കുള്ള TV-യിലെ ഇത് മാത്രം കണ്ടുകൊണ്ടിരുന്നവരിപ്പോ 24 hour അവരുടെ കുഴപ്പമില്ല, ഫ്രീ ടൈമിൽ അവർ കാണുന്നു. ആ ശീലം അവർക്ക് മാറ്റാൻ പറ്റുമോ? ശൈലി മാറി ശീലത്തിലേക്ക് വന്നു. അതൊരു അടിമത്തമാണ്. ആ ശീലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. അത് വലിയ അപകടമാണ്. ഇതിനെ ന്യായീകരിക്കാനാവില്ല. ഇപ്പോ പ്രസാദ് സാറ് പറഞ്ഞതിനെ ഒന്നുകൂടെ അടിവരയിട്ട് ഞാൻ പറയുക, വിനോദസഞ്ചാര മേഖലയുടെ പേര് പറഞ്ഞുകൊണ്ട് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാവില്ല. ഞാൻ അധിവസിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഇടുക്കിയിലാണ്. മൂന്നാറും തേക്കടിയും രാമക്കൽമേടും ഒക്കെ അടങ്ങുന്ന ഇടുക്കിയിൽ നിരന്തരം യാത്ര ചെയ്യുകയും വൈവിധ്യമാർന്ന ദേശങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളുടെ താമസ സ്ഥലങ്ങളും അവരുടെ ടെന്റുകളും ട്രെക്കിങ്ങുകളും ഒക്കെ നിരന്തരം കാണുകയും സന്ദർശിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിനോദസഞ്ചാരത്തിന് വരുന്ന വിദേശികളാരും, എനിക്ക് മുമ്പേ സംസാരിച്ച 2 പേരും പറഞ്ഞു, അവരാരും ഇവിടെ അടിച്ച് പൂസായി കിടക്കാൻ വരുന്നവരല്ല. അവരുടെ മദ്യപാനത്തിനൊരു ശൈലിയുണ്ട്. ആ മദ്യപാനത്തിന്റെ ശൈലിയിലേക്ക് വരുമ്പോൾ അവരുടെ ഭക്ഷണ ശൈലി, 7 കോഴ്സ് ഡിന്നർ അവർ കഴിക്കുന്നത് എങ്ങനെയാ? വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 11 മണി വരെയോ 12 മണി വരെയോ നീളുന്ന ഒരു സദ്യയിലാണ്
അവർ 7 കോഴ്സ് ഡിന്നർ മണിക്കൂറുകൾ കൊണ്ട് കഴിക്കുന്നതാണ് നമ്മളിവിടെ അരമണിക്കൂർ കൊണ്ട് കല്യാണ സദ്യക്ക് പോയി കഴിച്ചിട്ട് വരുന്നത്. ഇതേ ആക്രാന്തമാണ് മദ്യത്തിന്റെ കാര്യത്തിലും. മനസ്സിലായോ? അവരും മദ്യപിക്കുന്നുണ്ട്, വിനോദസഞ്ചാരികൾ മദ്യപിക്കുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള അവരുടേതായ റേഷ്യോയിലും ആൽക്കഹോളിക്കുള്ള മദ്യം അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ? ഒരു കഫേറ്റി, ഇപ്പോ ഞാൻ പറയാം, എന്റെ വീടിന് തൊട്ടടുത്ത് ഒരു കഫേറ്റീരിയ ഉണ്ട്. അവിടെ ഈ കാറുകളൊക്കെ കൊണ്ടു നിർത്തും. മൂന്നാർ ടു തേക്കടി റോഡാണ്. ആ കൊണ്ടു നിർത്തുന്ന അവരാകെപ്പാടെ കുടിക്കുന്നത് ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി. അത് കുടിക്കാൻ അവർ 1 മണിക്കൂറെങ്കിലും ആ വണ്ടി അവിടെ ഹോൾഡ് ചെയ്യും. അവർ വന്ന് ഇറങ്ങുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, സംസാരിക്കുന്നു, കൈയും കാലും ഒക്കെ ഒന്ന് അനക്കി ഒന്ന് ഫ്രഷായി പതിയെ നിന്നുകൊണ്ട് ചായ കുടിച്ച് വളരെ ശാന്തമായിട്ട് പോകും. നമ്മളോ നേരെ തിരിച്ചാ. ഈ ഒരു അപകടം ഇവിടെ ഉണ്ടെന്നേ. വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്ന മലയാളികളോ അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റുകളിലൊക്കെ വരുന്നവർ ചിലപ്പം കൂടുതൽ മദ്യം ഉപയോഗിച്ച് അവിടെ കൂത്താടുന്നുണ്ടാവും. അവിടെ വിനോദസഞ്ചാരികൾ എന്ന ഗണത്തിൽപ്പെട്ട് വരുന്ന ഒരു രാജ്യത്തു നിന്നും വരുന്നവര് അവിടെ അങ്ങനെ ഒരു കേസ് പോലും ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ അവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെ ന്യായീകരിക്കാനാവില്ല. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ UDF ഗവൺമെന്റിൽ നമുക്ക് അത്ര പ്രത്യാശ ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പ്രത്യാശയുള്ള കാര്യങ്ങളും ഉണ്ട്. അത് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ ഒരു ഗവൺമെന്റിനെയും കുറ്റപ്പെടുന്നില്ല. ഈ VD സതീശന്റെ ഒരു നിലപാടിലെ ഏറ്റവും പ്രത്യാശ, അദ്ദേഹം അന്തസ്സോടെ നിയമസഭയിൽ പറഞ്ഞു, U-ടേൺ അടിക്കണമെങ്കിൽ അടിക്കും. ഓക്കെ, ഒരു നിലപാട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും എന്ന് പറയുന്ന ഭരണാധികാരിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജോർജിക്ക് മനസ്സിലായോ? ഞങ്ങൾ എടുത്ത നിലപാട് ആര് പറഞ്ഞാലും തിരുത്തില്ല. അത് ഞങ്ങളുടെ പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്തതാണ്, ഞങ്ങൾ എടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് തള്ളി ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നല്ല മര്യാദ. ജനങ്ങൾക്ക് വിരോധമുണ്ടോ, ജനങ്ങൾക്ക് വിയോജിപ്പുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അത് കേട്ടുകൊണ്ട് ഞങ്ങൾ എടുത്ത നിലപാട് U-ടേൺ അടിക്കുന്നതിൽ മടിയില്ല എന്നൊരു ഭരണകൂടം പറഞ്ഞാൽ അതിനെ നമ്മൾ കൈയെടുത്ത് അംഗീകരിക്കണം. ആ ഒരു പ്രതീക്ഷ ഇക്കാര്യത്തിലുണ്ട്. കാരണം ഈ ഇവിടുത്തെ സാമുദായിക സംഘടനകൾ, ഇവിടുത്തെ പൊതുസമൂഹം മുഴുവനും ഈ മദ്യപാനത്തിന് എതിരാണ്. ഇതിനെ അനുകൂലിക്കുന്ന ചുരുക്കം ചില ആൾക്കാർ സോഷ്യൽ മീഡിയയെ വീണ്ടുകയോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നിന്ന് ഈ കള്ളുഷാപ്പിൽ പോയി നിന്നിട്ട് അതിന്റെ പരത്തി വിടുകയൊന്നും അതൊന്നുമല്ല. പൊതുസമൂഹം, ഭാര്യയെ സ്നേഹിക്കുന്നവർ, ഭാര്യയും അപ്പനും കൂടെ ചേർന്ന് കുടുംബം എന്ന നിലയിൽ മക്കളെ സ്നേഹിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിന്റെ വരുമാനം ചോർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, കുടുംബത്തിൽ ആരുടെയും ആരോഗ്യം പ്രശ്നമായി ആശുപത്രിയിൽ കഴിയരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു കാര്യം കൂടിയുണ്ട്, മാൻ പവർ. ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടം ആ വ്യക്തിക്കും ആ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനുമാണ്. അരമണിക്കൂർ ആള് ബൗദ്ധികമായ ശക്തി കൊണ്ട് രാജ്യത്തിന് സേവനം ചെയ്യേണ്ട ആള് ലഹരിക്ക് അടിമപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് കണക്കൂട്ടാനാവുമോ? അപ്പൊ ഈ മേഖലകളിൽ മുഴുവൻ നഷ്ടമുണ്ടാകുന്ന ഒരു നിലപാടാണ് ഈ ചെറിയ മദ്യത്തിലൂടെ പ്രോത്സാഹനം കൊടുത്താൽ. അതുകൊണ്ട് അത് തിരുത്തണം. ഞാൻ ഈ പറഞ്ഞ പോലെ U-ടേൺ അടിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് മടിയില്ല എന്നുള്ള വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇക്കാര്യത്തിൽ ധനബില്ല് മാത്രമാണ് പാസ്സാക്കിയിരിക്കുന്നത്. അത് UDF-ൽ വരുമ്പോൾ അത് കൃത്യമായി ചർച്ച ചെയ്ത് ബഹുമാന്യനായ AK ആന്റണി സാറിന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും എല്ലാം ആ പാത പിന്തുടർന്നുകൊണ്ട് മദ്യം കുറയ്ക്കുവാനുള്ള നടപടിയിലേക്ക് വരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വളരെ വ്യക്തമാണ്. അവസാനമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നേരത്തെ ജോൺസൺ കുച്ചുപറമ്പൻ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റാണ്. ഈ ഒരു വിഷയത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു U-ടേൺ അടിക്കുവാൻ UDF സർക്കാരിന് സാധിക്കട്ടെ. ലഹരി വിമുക്തമാകട്ടെ നമ്മുടെ കേരളം. ലഹരി എന്ന് പറയുമ്പോൾ അത് മയക്കുമരുന്ന് അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ തൂഫാൻ, അത് കൊടുങ്കാറ്റ് പോലെ ഈ മദ്യാസക്തിക്കെതിരെയും മദ്യ വിപത്തിനെതിരെയും ആഞ്ഞടിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ ക്രിയാത്മകവും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവെച്ച ശ്രീ പ്രസാദ് കുരുവിള, ഒപ്പം തന്നെ ശ്രീമതി ട്രീസ ലെ സെബാസ്റ്റ്യൻ, ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.